ആലുവ മണപ്പുറത്ത് വലിയ രീതിയിലേക്കുള്ളൊരു തിരക്കില്ല എങ്കിൽ പോലും ഇവിടെ ദർശനത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും രാവിലെ മുതൽ എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രിയോടുകൂടിയാണ് ബലിതർപ്പണങ്ങൾ ആരംഭിക്കുകയുള്ളൂ. മഹാശിവരാത്രിയോടനുബന്ധിച്ചുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇക്കുറിയും ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള ബസ് സർവീസുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ലഘുഭക്ഷണം അടക്കം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് കാണാം, രാവിലെ തന്നെ ഇവിടെ ഈ മഹാദേവനെ ദർശിക്കുവാൻ വേണ്ടി വലിയ തരത്തിലുള്ള ഒരു ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നു. നിരവധിയായിട്ടുള്ള ഭക്തർ ഇവിടെ എത്തി മഹാദേവനെ ദർശിക്കുവാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. പുറത്തു നിന്നുള്ള ആളുകളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ ആയിരിക്കും കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുക. ഇന്ന് രാത്രി ഇവിടെ ഈ ക്ഷേത്രമുറ്റത്ത് ചിലവഴിച്ച് രാത്രി 12 മണിക്ക് ശേഷം മുതൽ പിന്നീട് ബലിതർപ്പണത്തിലേക്ക് കടന്ന് ബലിതർപ്പണവും കാര്യങ്ങളുമൊക്കെ നടത്തി പിന്നീട് രാവിലെയോടുകൂടി ഇവിടെ നിന്ന് പോകുന്നതാണ് സാധാരണ പതിവ്. എന്തായാലും നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ക്ഷേത്ര ദർശനത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള ഭക്തർ എത്തിച്ചേർന്നിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ദർശനം ആരംഭിച്ചിരിക്കുന്നു. ഇന്നിവിടെ പ്രത്യേകമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ് ഈ ശിവരാത്രി ദിനം. എത്രത്തോളമാണ് അവിടെ തിരക്കുള്ളത്? മാത്രമല്ല, സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് അവിടെ പൂജയും മറ്റ് ചടങ്ങുകൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? മോദി സൂചിപ്പിച്ചതുപോലെ നമ്മൾ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കേവലം ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളല്ല, ഇന്നലെ മുതൽ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ തിരുവാതിര അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്നും ഒരു കുറച്ച് തിരക്കുള്ള ക്ഷേത്രമാണ് തളി ക്ഷേത്രം. ഭക്തരായാലും മറ്റു കാര്യങ്ങൾക്കെല്ലാം ദിവസേന നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് തളി. പക്ഷെ ഇന്ന് അത് ഇത്തിരി അധികമാണ്. ശിവരാത്രിയാണ്. അപ്പോൾ ഈ വ്രതം അനുഷ്ഠിക്കാനും ബലിതർപ്പണത്തിനൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വിശേഷ പൂജകളുണ്ട് ഇന്ന്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ തിരുവാതിര ഉൾപ്പെടെ 3 ദിവസം മറ്റ് കലാപരിപാടികളെല്ലാം ഉണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് തളി ക്ഷേത്രത്തിൽ അരങ്ങേറാനിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് രാവിലെ ഒരു 5 മണി മുതൽ തുടങ്ങിയതാണ് തിരക്ക് എന്നതാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ കേരളത്തിലുടനീളം ഇപ്പോൾ ശിവരാത്രി എന്താണ് ഈ തളി ക്ഷേത്രത്തിലെ വിശേഷ പൂജകളും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ്? കോഴിക്കോടിൻ്റെ ചരിത്രമുറങ്ങുന്ന ക്ഷേത്രമാണ് തളി മഹാക്ഷേത്രം. പൈതൃക പദ്ധതികളായാലും മറ്റ് ടൂറിസം വിഭാഗത്തിൻ്റെതായാലും എല്ലാം തളി ക്ഷേത്രത്തിനെ ആസ്പദമാക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തവണത്തെ ശിവരാത്രി മഹോത്സവം 3 ദിവസമായി പ്രൗഢഗംഭീരമായ പരിപാടികളോടെ നടന്നു വരികയാണ്. വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്, വിളക്കെഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട്, പിന്നെ ഭഗവാന് 108 കുടം ധാര നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശേഷാൽ എല്ലാ കർമ്മങ്ങളും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറമേയുള്ള സ്റ്റേജ് പരിപാടികളും ഭക്തജനങ്ങൾക്ക് വന്ന് അവതരിപ്പിച്ച് പോകാനുള്ള ഒരവസരം, സമർപ്പണമായി നടത്താനുള്ള ഒരു അവസരം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവുമല്ലോ, അപ്പോൾ സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? സജ്ജീകരണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ദേവസ്വം കമ്മിറ്റിയും ഉത്സവാഘോഷ കമ്മിറ്റിയും ചേർന്ന് ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ വന്ന് തൊഴുതു പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടിയാണ് ഇന്ന് രാത്രി ഇവിടെ അരങ്ങേറുന്നത്. അപ്പോൾ മോത്തി, അതാണ് ഇന്ന് നിരവധി പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിരവധി സജ്ജീകരണങ്ങളെല്ലാം ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ക്ഷേത്ര പ്രതിനിധി നമ്മളോട് പ്രതികരിച്ചത്.